വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു ഉണക്കമീൻ കറി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഉണക്ക തെരണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിത് തലേദിവസം വൈകിട്ട് തന്നെ വെട്ടി വെള്ളത്തിലിട്ടതാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഒരു 5-8 പ്രാവശ്യം കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങ വറുത്തത് വേണം. തേങ്ങ വറുത്ത് ഞാൻ എടുത്ത് വെച്ച് കുടംപുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇതാ, ഇനി നമുക്ക് ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് കീറി അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സവോള ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതിയേ. ഉള്ളി ഇതുപോലെ നമുക്ക് മുഴുവനും ഒന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി അരിഞ്ഞതിന് ശേഷം നമുക്കിനി ഇഞ്ചിയില്ലേ, ഇഞ്ചി ഒന്ന് അരിയണം. അതുപോലെ ചെറിയ ഉള്ളി ഞാൻ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഇഞ്ചി കൊത്തി അരിയുന്നതും നമുക്ക് കടുക് വറുക്കാനാണ്. അതുപോലെ പച്ചമുളക് ഞാൻ കീറിയെടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്നും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കീറിയെടുക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ്. ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തേങ്ങ വറുത്തതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അരച്ചെടുക്കാനായിട്ടാണ്. ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ചൂടായി വന്നപ്പോഴത്തേനും ഇനി അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്കിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റണേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് വഴറ്റണം. ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, കാരണം മീനിനകത്ത് ഉപ്പ് ചിലപ്പോൾ കാണും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ആ അരപ്പൊന്ന് അരച്ചെടുക്കാം. അരപ്പ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി അവിടെ നിന്ന് വഴലുമ്പോഴത്തേനും നമുക്ക് ഈ അരപ്പൊന്ന് അരച്ച് കൊണ്ടുവരാം. നല്ലതുപോലെ ഒന്ന് അരച്ച് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരയ്ക്കണേ. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാവുള്ളേ. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തേ. ആ ഉള്ളിയുടെ വെള്ള കളർ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ആ കുടംപുളി വെള്ളത്തിലിട്ടിട്ടില്ലേ, അതും കൂടെ നമ്മൾ ആ ചട്ടിയിലേക്ക് നമുക്ക് ഒഴിക്കാം. ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് തിളച്ചതിന് ശേഷം നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്കതിലിട്ട് കൊടുക്കണം. അതായത് ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇനി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ആ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഇനി അത് നല്ലതായിട്ട് തിളച്ച് ഒന്ന് വറ്റി കുറുകിയൊക്കെ വരണം. നോക്കാം. നല്ല പരുവത്തിനായിട്ടുണ്ട്. അതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുകും കൂടെ താളിച്ച് കൊടുക്കാം. കടുക് താളിക്കാനായിട്ട് ഞാനൊരു പാനൊക്കെ അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അത് മൂത്ത് വന്നപ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടതിന് ശേഷം നമുക്കിനി അത് മൂത്ത് വരുമ്പോൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മുടെ കറിയില്ലേ, കറിക്കകത്തേക്ക് കടുക് താളിച്ചത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കണേ. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേനും ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.